കാണുമ്പോൾ നിസ്സാരമായിരിക്കും. ഈ കാണുന്ന ഹാൻഡിൽ വെക്കാനാണ് നമുക്ക് ഇന്നത്തെ ടാസ്ക് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഒരു 6 ഹോൾ അടിക്കാനുള്ളൂ. പക്ഷേ ഈ 6 ഹോൾ അടിക്കുന്ന എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പൈപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ആ ദിവസം പോയി കിട്ടി. കാരണം കസ്റ്റമർ എന്താ പറഞ്ഞാൽ ഈ അവിടെ കൊടുത്ത ഒരു കുഴപ്പമില്ല, പൈപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കസ്റ്റമർ മനസ്സിലാക്കി കൊടുത്തു, ഇവിടെ ഡൈവർട്ടർ ആണ്, നമുക്ക് ഈ സൈഡിൽ കൂടി റൈറ്റ് സൈഡിൽ കൂടി ലെഫ്റ്റ് സൈഡിൽ കൂടി പൈപ്പ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ട നോക്കിയിട്ട് കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ആംഗിൾ വാൾവ് അടിയിലുണ്ടായിരുന്നു എർത്ത് ഫ്ലക്സിൻ്റെ, അത് അയച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ കയ്യിൽ സ്പ്രിങ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു പച്ച ഈർക്കിളി എടുത്തിട്ട് ജസ്റ്റ് കുത്തിയ സമയത്ത് അവിടെ ടീൻ്റെ അവിടെ എൻഡിൽ തടഞ്ഞു നിന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഭാഗത്താണ് പൈപ്പ് വന്ന് നിൽക്കുന്നത്, അതായത് കോൾഡ് വാട്ടറിന്റെ പൈപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ ആ കസ്റ്റമർ പറഞ്ഞ ലെവലിലാണ് അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഓട്ടാവും. അപ്പോഴും നമ്മൾ കസ്റ്റമർ എന്താ പറയാ, നീ അത് ശ്രദ്ധിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും വരിക. അപ്പൊ നമ്മൾ അതിനേക്കാളും ടെൻഷൻ അടിച്ച് അത് കുത്തിപ്പൊളിച്ച് ടൈലൊക്കെ മാറ്റി ആകെ ഈ ടൈലൊന്നും കിട്ടണമില്ല, ഒക്കെ ബുദ്ധിമുട്ടാണ്, കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ കാണുന്ന ലെവലിൽ ആംഗിൾ വളവോ ടാപ്പോ എന്താ വെച്ചാൽ നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ സോപ്പ് ഡിഷ് ടവൽ റാഡ് ഒക്കെ ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൊത്തം 6 ഹോളാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനവിടെ അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യണം, കാര്യങ്ങളൊന്നുമില്ല. അവിടെ കറക്റ്റായിട്ട് ഹോള് നമുക്ക് കിട്ടി, എവിടെയും പൈപ്പോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ അവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ല അവസ്ഥ. ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയേണ്ട പണി ഒരു ദിവസം ആവും, പിന്നെ ആകെ സൂയിപ്പും ആവും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫിറ്റിംഗ് ചാർജാണ് പറയുന്നത്. ഇവിടെ ഞാൻ മിനിമം ഒരു 350 വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം.